ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ഒരു ഈവനിങ് സ്കിൻ കെയർ റൊട്ടീനാട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് കാണുമ്പോൾ എല്ലാവരും ഇരിക്കും, ദൈവമേ ഏത് വീഡിയോ കണ്ടാലും ഈ കൊച്ചിന് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന്. ശരിക്കും ഞാൻ മറ്റേ വീഡിയോസിലൊക്കെ ഒരു 5-6 ദിവസം മുന്നേ ആയിരുന്നു ഈ ഡ്രസ്സ് ഇട്ടത്. പിന്നെ ഇപ്പോൾ ഇട്ടപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമല്ലേ, പിന്നെ ഞാൻ അതേപോലെ തന്നെ നിങ്ങളെ വീഡിയോ കാണിക്കുന്നത്, അതുകൊണ്ട് ഇതിട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം. റുട്ടീനാണ് എന്താണേലും ആ സംഭവം ചെയ്യാം. പക്ഷേ അത് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മുഖത്തെ പാടൊക്കെ കുറേ മാറാനും കുരുവൊക്കെ മാറാനുമായിട്ടൊക്കെ തുടങ്ങിയത്. ഈ ഒരു ഭാഗമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ്. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ ഇരുന്നതിനെ കുത്തി കുരുവാക്കി പാടാക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്കിൻ കെയർ തുടങ്ങാം. ഇത് ഡെയിലി ഞാൻ സ്കിൻ കെയർ ഈവനിങ്ങും മോർണിംഗും ചെയ്യുമോ ചോദിച്ചാൽ ഇല്ല, വല്ലപ്പോഴും എങ്ങാനും. പക്ഷേ ഇപ്പോൾ മാക്സിമം ഞാൻ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലമ്മിൻ്റെ നയാസിനമൈഡ് ടോണറാട്ടോ, റൈസ് വാട്ടർ നയാസിനമൈഡ് ടോണറായി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ എന്തായാലും. അപ്പോൾ ഫസ്റ്റ് ടോണർ എടുത്തു. ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത ആൾക്കാർ കാണും. ടോണർ നമ്മൾ ചെറിയൊരു നനവുള്ള ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ടോണർ നമ്മളിപ്പോൾ ഫേസ് വാഷ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പാണ് ടോണർ മിക്കവരും യൂസ് ചെയ്യാറില്ല. ടോണർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൻ്റെ pH ഒക്കെ ഒന്ന് ബാലൻസ് ആക്കി പോഴ്സൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്ത് സ്കിൻ ടൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് ടോണർ എടുത്തു. ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ഒപ്പി കൊടുക്കുക, അല്ലാണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ടോണറാണ്. സംഭവം കുറേ റിവ്യൂ കണ്ടിട്ട് ജസ്റ്റ് വാങ്ങിച്ച് നോക്കിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു അരഭാഗം ആവാറായി. അപ്പോൾ ഇത് സെപ്പറേറ്റ് നമ്മൾ ചെയ്യാം. പിന്നെ എൻ്റെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് എനിക്കിതൊക്കെ വാങ്ങാൻ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന്. ശരിക്കും ഇത് ഞാൻ ജോലി ചെയ്യുന്ന ടൈമിൽ സാലറി ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് ഓരോ വട്ടം ഓരോന്നായിട്ട് വാങ്ങിച്ച് വെക്കുന്ന കേട്ടോ. അടുത്തത് നമ്മുടെ ലാനേജിൻ്റെ ഇത് വായിക്കുന്നേ, ലാഞ്ചിയോ അങ്ങനെ എന്തിയാ വായിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലിപ്പ് സ്ലീപ്പിംഗ് മാസ്കാണ്. നമുക്ക് ലിപ് ബാം പോലെ യൂസ് ചെയ്യാം. സംഭവം അടിപൊളിയാട്ടോ, ഭയങ്കരമായിട്ട്. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വരിക്കച്ചക്കയുടെ മണമാണ് ഇങ്ങനെയായിരിക്കുന്നത്. സംഭവം അടിപൊളി. 500 എത്രയോ രൂപ വില കൂടുതലാണ്. പക്ഷേ നമ്മുടെ ലിപ്പ് ഭയങ്കര എഴുതേണ്ട. ഇതിടുമ്പം തന്നെ കണ്ടോ, നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിലിട്ടാലും ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കും ലിപ്പ്. അപ്പം നമ്മൾ ഈ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ മതി. ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ അത്യാവശ്യം പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല മണം. അപ്പോഴത്തേക്ക് നമ്മുടെ ടോണർ ഒന്ന് ഡ്രൈ ആയി. ഈ ടോണർ ഡ്രൈ ആയതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് സിറമാട്ടോ. ഈ നയാസിനമൈഡ് തന്നെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ, എൻ്റെ ആക്നെ പ്രോൺ ഒന്നുമല്ല, കോമ്പിനേഷൻ സ്കിന്നാണ്. പിന്നെ ഇത് വന്നത് എന്തോ ഹോർമോണൽ ഇഷ്യൂ കൊണ്ട് വന്നിട്ടുള്ള ആക്നേസാണ്. എങ്കിലും എനിക്ക് ചെറുതായിട്ട് ഓപ്പൺ പോസ് ഉണ്ട്, അതുകൊണ്ടാണ് നയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് ആകുകയും ചെയ്യും. എനിക്ക് അത്യാവശ്യം ഈ ഒരു കുരുവൊക്കെ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പം പ്ലമ്മിൻ്റെ ഇത് എനിക്കൊരു ഓഫറിന് 400 രൂപയുടെ സംഭവം 200 രൂപ അടുപ്പിച്ച് എന്തോ ആണ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ 3 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്ലമ്മിൻ്റെ തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഇത് വാങ്ങിച്ചത്. നമ്മൾ എപ്പോഴും സിറം നമ്മൾ ഒരുപാട് വാരി വലിച്ചൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. 1-2 ഡ്രോപ്പ് മാത്രം യൂസ് ചെയ്താൽ മാത്രം മതി. അല്ലാണ്ട് ഒന്നാമത് ഇതിന് തീ കത്തുന്ന വിലയാണ്. അതിൻ്റെ കൂടെ ഇത്രയും കൂടെ വാരി വലിച്ച് മുഖത്തേക്ക് ഇട്ടാലേ. അതിന് ശേഷം നമ്മൾ ഒരു 2 ഡ്രോപ്സ് എടുക്കുക. ഇങ്ങനെ ആക്കി ഹീറ്റ് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ സിറം എന്ന് പറയുമ്പോൾ ഭയങ്കര മോളിക്കുലർ സൈസ് വളരെ ചെറുതാണ്. അപ്പം നമുക്ക് ഈസിലി അത് സ്കിന്നിൽ അബ്സോർവ് ആകും. അത് മാത്രമല്ല പെട്ടെന്നായിരിക്കും. നമുക്കിപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത് സ്കിന്നിലൊന്നാകട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ അടിക്കരുത്. വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ അബ്സോർവ് ചെയ്ത് കൊടുക്കുക. പ്ലം അടിപൊളിയായിട്ട്. ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് പ്രോഡക്റ്റ് റിവ്യൂ നമുക്ക് ചെയ്യാം. പിന്നെ സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സ്കിൻ കെയർ ചെയ്യുക. എന്തില്ലെങ്കിലും മോയ്സ്ചറൈസറെങ്കിലും ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ മോയ്സ്ചറൈസറും
ചിലരുടെ ഫേസിനൊന്നും ഒരു കുഴപ്പവും കാണത്തില്ല. അപ്പോൾ അവർ വിചാരിക്കും എൻ്റെ ഫേസിന് ഒരു കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇടുന്നതെന്ന്. ഇതിൻ്റെ ഒന്നും റിസൾട്ട് ഇപ്പോഴല്ല വരുന്നത്. നമ്മൾ കുറച്ചുകൂടി ഏജ് ആകുമ്പോൾ ഒരു 30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരാനായിട്ട് തുടങ്ങും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പോഴേ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുഖത്ത് ചുളിവും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ ഓക്കെ, അത് ഒബ്സർവ് ആയി. അതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. ഒരു പ്രോഡക്റ്റ് ഇട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഒന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത് കാണിക്കുന്നത്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കുരു വന്നാൽ അതിനെ ഞാൻ ഇങ്ങനെ കുത്തി ഞാൻ അതിനെ വലുതാക്കും. അതല്ലെങ്കിൽ തന്നെ പോകും. പക്ഷേ എനിക്കെന്തോ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കുന്ന കുരുക്കൾക്ക് പാട് വരത്തില്ല, പൊട്ടിക്കാതെ വിടുന്നവർക്കാണ് പാട്. അതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ വന്നിട്ട് നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ പണ്ട് ഇതിൻ്റെ പഴയ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, ഫുള്ള് ബ്ലൂ ആയിട്ടുള്ള, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഇതും സെയിം തന്നെയാണ്, മണം ഒന്നിലും ഒരു മാറ്റം വന്നിട്ടില്ല. റേറ്റും സെയിം തന്നെയാണ്. അന്ന് 850 എന്തോ ആയിരുന്നു തോന്നുന്നു, ഇപ്പോൾ 1000. പക്ഷേ ഈ സംഭവം അടിപൊളിയാട്ടോ. എന്ത് പറഞ്ഞാലും ഓൾ സ്കിൻ ടൈപ്പാണ്, അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ പകുതി പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. ഞാൻ അങ്ങനെ പിമ്പിൾസ് ഒക്കെ വന്നപ്പോൾ ഇത് വാങ്ങിച്ചാണ്. ഇനി അടുത്തത് വാങ്ങിക്കേണ്ട പൈസ ഇല്ല, ഇപ്പം ജോലിക്കൊന്നും പോകാത്തോട്ടെ. അപ്പം ഇതാണ്. ആ പാക്കേജിങ് ഒക്കെ അടിപൊളിയാട്ടോ. ഇതിന് കുറേ ഗുണങ്ങളുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ചെടുക്കുക. വളരെ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു മാസമായി, 1-2 മാസമായി വാങ്ങിയിട്ട്, തീരാറൊന്നും ആയിട്ടില്ല. അപ്പോൾ സ്കിൻ കെയർ നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി 2 തവണ നമ്മൾ സ്കിൻ കെയർ ചെയ്യുക. മോർണിംഗും ഈവനിങ്ങും ചെയ്യുക. പിന്നെ നൈറ്റ് സ്കിൻ കെയർ, നൈറ്റ് നമ്മുടെ സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടുന്നതായിരിക്കും നല്ലത്. ഒരുപാട് സാധനങ്ങളൊന്നും വാരി വലിച്ച് തേക്കാതെ ഫ്രീ ആയിട്ട് വിടുന്നതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ ഈ മുഖത്ത് പാടുള്ളതുകൊണ്ട് രാത്രി രക്തചന്ദനം ഇടും കേട്ടോ ചില ടൈമിലൊക്കെ. ഈ പാട് ഇത്രയും കുറയാനായിട്ട് എന്നെ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് റിസൾട്ട് വന്നത്. കുറേ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ മുഖത്ത് പാടൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പാട് വരുമ്പോഴത്തേക്കും മാറാൻ കുറച്ച് ടൈം എടുക്കും. കുറേ ടൈം എടുത്താലേ ഈ പാടൊക്കെ മാറും. പക്ഷേ എങ്കിലും ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈവനിങ് സ്കിൻ കെയർ വരുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും സ്കിൻ കെയർ ചെയ്യുക. പിന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്, ഇപ്പോൾ സ്കിൻ ടൈപ്പ് അറിയാത്തവർക്ക് സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഈവനിങ് സ്കിൻ കെയർ. ഞാൻ ഡെയിലി ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യത്തില്ല, ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാനും വേണ്ടി ചെയ്ത് കാണിച്ചാൽ, എങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ചാ.